ഇന്ത്യയുടെ റെയിൽവേ വികസനത്തിൽ നിർണായകമായ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ഇ ശ്രീധരന്റെ വരവോടെയാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ ശക്തമായത്. പാതയുടെ നിർമ്മാണം സംബന്ധിച്ചും ഫണ്ട് കണ്ടെത്തുന്നത് സംബന്ധിച്ചും അദ്ദേഹം വ്യക്തമായ ആസൂത്രണം നടത്തിയിരുന്നു. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലൂടെ വന്യജീവികൾക്കും പരിസ്ഥിതിക്കും ദോഷകരമാകാത്ത രീതിയിൽ തുരങ്കപാത നിർമ്മിക്കുന്നതിനും ഇ ശ്രീധരൻ പദ്ധതി തയ്യാറാക്കി. കർണാടക സർക്കാരുമായുള്ള ചർച്ചയിൽ ഇത് കൃത്യമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ DPR തയ്യാറാക്കുന്നതിനുള്ള തുക കൈമാറാൻ സംസ്ഥാന സർക്കാർ വിസമ്മതിച്ചതോടെ എല്ലാം വെറുതെയായി. ഇതല്ലാതെ വേറെ ഏത് സർക്കാരാണെങ്കിലും ഡോക്ടർ ശ്രീധരന്റെ ഗുഡ്വിൽ മാത്രം കൊണ്ട് നമുക്ക് ജയിക്കാമായിരുന്നു. പണം പ്രശ്നമല്ല ഞാൻ കൊണ്ടുവരാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ SPV ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് വയബിളാണ്, വിജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി ഇനി സഹകരിക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇ ശ്രീധരൻ. പദ്ധതിക്കായി തുറന്ന 2 ഓഫീസുകളും അടച്ചുപൂട്ടാനും DMRC തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ നിലമ്പൂർ നഞ്ചൻകോട് പാത യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇ ശ്രീധരന്റെയും DMRCയുടെയും സേവനം കൂടിയേ തീരൂ എന്ന നിലപാടാണ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റിക്കുള്ളത്. DMRCയെ തിരിച്ചുകൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.